ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 ജനറൽ മെന്റൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടുഡേ ഈസ് സൺഡേ ദെൻ ഡേ ആഫ്റ്റർ 63 days വിൽ ബി. അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 63 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ 63 എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. 63 ഡിവൈഡ് ബൈ 7 ദാറ്റ് മീൻസ് എക്സാക്ട്ലി എന്താണ് 0 ഓഡ് ഡേയ്സ് ആണ്. 63 ഡിവൈഡ് ബൈ 7 എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് അല്ലെ. ബാക്കി റിമൈൻഡർ ഒന്നും വരുന്നില്ല. റിമൈൻഡർ എത്രയാണോ വരുന്നത് അതാണ് നമ്മൾ ഓഡ് ഡേയ്സ് ആയി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ 0 ഓഡ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സൺഡേ ആണെങ്കിൽ ആ ഒരു ദിവസം എന്ത് തന്നെ ആയിരിക്കും, സൺഡേ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 10th January 2001 ഈസ് മൺഡേ. അപ്പൊ ജസ്റ്റ് നോക്കാം. January 10, 2001 ഈസ് മൺഡേ. അങ്ങനെയാണെങ്കിൽ April 10, 2001 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജാനുവരിയിൽ ഒരേ ഇയർ ആണല്ലേ, 2001 തന്നെയാണ് രണ്ടും ചോദിക്കുന്നത്. അപ്പോ ജാനുവരിയിൽ ബാക്കി എത്ര ദിവസം ഉണ്ട് നിങ്ങൾക്കറിയാം. 10 ദിവസം കഴിഞ്ഞു, ബാക്കി 21 ദിവസം ഉണ്ട്. 21 ദിവസം എന്ന് പറയുമ്പോൾ 7 മൾട്ടിപ്പിൾ ആണ്. 7, 14, 21, 0 ഓഡ് ഡേയ്സ് ആണ്. നെക്സ്റ്റ് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അതൊരു നോൺ ലീപ്പ് ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ 2001, അതൊരു നോൺ ലീപ്പ് ഇയർ ആണ്. ദാറ്റ് മീൻസ് 0 ഓഡ് ഡേയ്സ്. നെക്സ്റ്റ് മാർച്ച് 3 ഓഡ് ഡേയ്സ്. ഏപ്രിൽ 10 വരെയാണ്. 10 വരെ എന്ന് പറയുമ്പോൾ 3 ഓഡ് ഡേയ്സ് ആണ്. ടോട്ടൽ 3 + 3 6 ഓഡ് ഡേയ്സ് ആണ്. ഓക്കെ, 6 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മൺഡേയിലേക്ക് 6 ഡേയ്സ് ആഡ് ചെയ്യാം. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ 2 സൺഡേ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഗർ ഔട്ട് ഫ്രം ദി amongst 4 alternatives as to how the pattern would appear when the transparent sheet is folded at the dotted line. ഇപ്പൊ ഡോട്ടഡ് ലൈൻ എന്ത് ചെയ്യാണ്, ഇത് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാണ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫിഗർ വരിക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ഫിഗർ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഒന്നിച്ച് വരുമോ? തീർച്ചയായിട്ടും വരൂല. ഈ ഒരു ലൈനിന്റെ താഴെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കും ഈ ഒരു ആരോ മാർക്കും ഈ ഒരു ലൈനും വരുന്നുണ്ടാവുക. ആ രീതിയിൽ വരുന്നത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ ആരോ മാർക്ക് ഇല്ല, ഇവിടെ താഴേക്കാണ്. എങ്ങനെ താഴേക്ക് ഒരു അപ്സൈഡ് ഡൗൺ ഒരിക്കലും ആവില്ല. ഓക്കെ, അതും തെറ്റാണ്. ഇവിടെ ഈ ഒരു ലൈൻ എന്താണ്, മിസ്സിംഗ് ആണ്. ആ രീതിയിൽ ഈ ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 4:25? അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 11/2 m - 30 h ആണ്. തീറ്റ എന്താണ്, ആംഗിളിനെ സൂചിപ്പിക്കുന്നതാണ്. 11/2 ഇൻറ്റു മിനിറ്റ് എത്രയാണ്, 25 ആണ്. -30 ഇൻറ്റു h, 30 ഇൻറ്റു h എത്രയാണ്, 4 ആണ്. ഓക്കെ, അപ്പൊ 11 ഇൻറ്റു 25 എത്രയാണ്, 250. 250 + 25 275 ആണ്. ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 120 ആന്നു. ഓക്കെ, അപ്പോ 275 ഡിവൈഡ് ബൈ 2 മൈനസ് 120 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് 240 ഡിവൈഡ് ബൈ 2 എന്നാക്കാൻ, നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 35 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 17.5 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ 17/1/2 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട്. 17/1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 17.5 തന്നെയാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പങ്കജ് ഈസ് ഫേസിംഗ് നോർത്ത് ഈസ്റ്റ്. ജസ്റ്റ് നോക്കാം, ഇവിടെ നോർത്ത്, ഇവിടെ ഈസ്റ്റ്. അപ്പൊ പങ്കജ് എന്ത് ചെയ്യുന്നത്, നോർത്ത് ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഹി ടേൺസ് 90 ഡിഗ്രി ഓൺ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ദാറ്റ് മീൻസ് അദ്ദേഹം ഈ ഒരു ഡിറക്ഷനിലേക്കാണ് ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക, ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ദെൻ 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ 90 വരെ തിരിച്ച് ഇവിടെ തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ എത്തി. പിന്നെ അവിടുന്ന് ഒരു 45, അതാണല്ലോ ടോട്ടൽ 135 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഏത് ഡിറക്ഷനിലാണ്, അതായത് കറക്റ്റ് സ്ട്രേറ്റിലോട്ടാണ്, മുകളിലോട്ടാണ്. കറക്റ്റ് സ്ട്രേറ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഏതാ ഡിറക്ഷൻ, നോർത്ത് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നല്ല രീതിയിൽ വായിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നുള്ളതാണ്. KLMNOPQ ഓൾമോസ്റ്റ് 7 ആളുകളുണ്ട്. സിറ്റിംഗ് അറൌണ്ട് ദി ടേബിൾ ആൻഡ് ആർ ഫേസിംഗ് ദി സെന്റർ. ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് ജസ്റ്റ് സെന്ററിലോട്ട് ഫേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, നമുക്കത് വരക്കാം. 2, 3, 4, 5, 6, 7. ഓക്കെ, R ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് M. ഓക്കെ, എമ്മിന്റെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ആണ് ആര് വരുന്നത്, 6 വരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ കൊടുക്കാണ് M, അതിന്റെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ആര് വന്നു, 6 വന്നു. ഓക്കെ, R ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് M, ഹു ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് P. അപ്പൊ M എന്ന് പറയുന്നത്
ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി ആണ്, പിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. അതും ഞാൻ എന്ത് ചെയ്തു അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കെ ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഒ. ഓക്കെ, ഓന്റെ തേർഡ് ടു ദി ലെഫ്റ്റ് ആണ് ആര് വരുന്നത്, കെ വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കെ ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഒ. ഇപ്പോ ഇവിടെ ഒ ആണെങ്കിൽ ഒരു കേസ് ഞാൻ എടുക്കുകയാണ്, ഇവിടെ ഒ ആണെങ്കിൽ 1 2 3 ഇവിടെ കെ വരാം. അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒ ആണെങ്കിൽ 1 2 3 ഇവിടെ ആര് വരാം, ഇവിടെ കെ വരാം. അങ്ങനെ രണ്ട് കേസസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് എൽ ഈസ് ബിറ്റ്വീൻ എൻ ആൻഡ് ഒ. എന്നിന്റെയും അതുപോലെ തന്നെ ഓന്റെയും ഇടയിലാണ് എൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നോക്കാം, ഇവിടെ ഒ വന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഇവിടെ എൻ വന്നാലും അവിടെ എൽ വരാനുള്ള ഒരു പോസിബിലിറ്റി, ഇവിടെ ഇൻ ബിറ്റ്വീൻ എൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒ വരൂല. ഒ എവിടെ വരാം, ഒ ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒയും കിട്ടി നമുക്ക്, അതുപോലെ തന്നെ എന്തും കിട്ടി, കെയും നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഓന്റെയും എന്നിന്റെയും ഇടയിലായിട്ട് ആരും വരുന്നുണ്ട്, എല്ലും വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ആർ ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എം. ആർ എന്താണ്, എമ്മിന്റെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ആണ്, ഓക്കെ ആണ്. നെക്സ്റ്റ് ഹു ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി, എം എന്ന് പറയുന്നത് പിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്, അതും ഓക്കെ ആണ്. കെ ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഒ, ഓന്റെ തേർഡ് ടു ദി ലെഫ്റ്റ് 1 2 3 തേർഡ് ടു ദി ലെഫ്റ്റ് ആണ് കെ വരുന്നത്. എൽ ഈസ് ബിറ്റ്വീൻ എൻ ആൻഡ് ഒ. നോക്കാം, എൽ എന്ന് പറയുന്നത് എന്നിന്റെയും ഓന്റെയും ഇടയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പൊസിഷൻ ഓഫ് പി, പിന്റെ പൊസിഷൻ നോക്കാം, ഓന്റെയും എമ്മിന്റെയും ഇടയിലല്ലേ, തീർച്ചയായിട്ടും ഓപ്ഷൻ 1 തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് കണ്ടെയ്ൻസ് ഫിഗർ എ ഈസ് ഇറ്റ്സ് പാർട്ട്. ഇപ്പോ ജസ്റ്റ് നോക്കാം, ഇവിടെ ഫിഗർ എ പാർട്ട് ആയിട്ട് വരുന്ന ഏത് ഫിഗർ ആണ് ഓപ്ഷനിൽ ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എംബഡഡ് ഫിഗർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോ ഈ ഒരു ഫിഗർ പക്ക എംബഡഡ് ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടോ, തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈനിലാണ് വരേണ്ടിയിരുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. ഓപ്ഷൻ 3 ആണല്ലേ കറക്റ്റ് ആൻസർ. അതായത് ഇവിടെ കറക്റ്റ് ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, ഈ ഒരു ലൈൻ വരുന്നുണ്ട്, മുകളിലേക്കുള്ള ലൈൻ വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് പക്ക വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements, one is labeled as assertion and other is labeled as reason. അപ്പൊ ഒന്ന് അസേഷനും ഒന്ന് റീസണും ആണ്. ഫസ്റ്റ് അസേഷൻ നോക്കാം, ഇൻക്രീസ് ഇൻ കാർബൺ ഡയോക്സൈഡ് വുഡ് മെൽറ്റ് പോളാർ ഐസ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേഷൻ തന്നെയാണ്. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ ഇൻക്രീസ് തീർച്ചയായിട്ടും പോളാർ ഐസിനെ മെൽറ്റ് ചെയ്യിക്കുന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് റീസൺ പറയുന്നത് ഗ്ലോബൽ ടെമ്പറേച്ചർ വുഡ് റൈസ്. ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നതുമായി പോളാർ ഐസ് എന്ത് ചെയ്യും, അത് ഉരുകും. അതുപോലെ തന്നെ ആ ഉരുകൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും ചെയ്യും. ദാറ്റ് മീൻസ് എയും ആറും എന്താണ് കറക്റ്റ് ആണ്, ആർ എന്താണ് എന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the diagram. 500 candidates appeared in an examination comprising test in English, Hindi and Maths. The diagram gives number of students who failed in different tests. Okay, what is the percentage of student who failed at least 2 subjects? At least 2 subject എങ്കിലും ഫെയിൽ ആയ സ്റ്റുഡൻസിന്റെ പെർസെന്റേജ് എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 സ്റ്റുഡൻസ് എങ്കിലും ചെയ്തത് നമുക്ക് ഒന്നുകിൽ 10 പറയാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ 12 പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 12 വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 5 വരും അല്ലെ, അറ്റ്ലീസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 3ലും ഫെയിൽ ആയവരുടെ എണ്ണം തീർച്ചയായിട്ടും നമുക്ക് അതിൽ പെടുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ വാട്ട് പെർസെന്റേജ് ഓഫ് എത്രയാണ്, ടോട്ടൽ നമ്പർ എത്രയാണ്, 500 ആണ്. അപ്പൊ 500 into 100 വന്നു. ഓക്കെ, ഈ ഒരു 100ഉം ഈ ഒരു 2 zeros നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യാം. ഇപ്പൊ 100 + 12 എത്രയാണ്, 22 ആണ്. 22 + 12 34 ആണ്. 34 39 divided by 5. That means 39ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 78 ആണ്. 78 divided by 10. That means 7.8% ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, read the following information carefully and answer the questions given below. There are 5 friends standing in a row facing north. Just നോക്കിക്കോ, 1 2 3 4 5. Okay, Jadin is to the immediate right of Ankit. അപ്പൊ അൻകിത് ഉണ്ട്, അൻകിതിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ടാണ് ആരുള്ളത്, ജതിൻ ഉള്ളത്. ജതിൻ ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അൻകിത്. നെക്സ്റ്റ്, പ്രവീൺ ഈസ് ഇൻ ബിറ്റ്വീൻ ഭൂഷൺ ആൻഡ് സച്ചിൻ. ഭൂഷൺ ആൻഡ് സച്ചിൻ, അതിന്റെ ഇൻ ബിറ്റ്വീൻ പ്രവീൺ ഉണ്ട്. ഓക്കെ, ഭൂഷൺ ഓർ സച്ചിൻ. നെക്സ്റ്റ്, സച്ചിൻ ഈസ് ബിറ്റ്വീൻ ജതിൻ ആൻഡ് പ്രവീൺ. അപ്പൊ ജതിന്റെയും അതുപോലെ തന്നെ പ്രവീണിന്റെയും ഇടയിലാണ് സച്ചിൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ജതിൻ ഇവിടെ വന്നു, ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ. ദാറ്റ് മീൻസ് ജതിന്റെയും പ്രവീണിന്റെയും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്, സച്ചിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിന്റെയും അതുപോലെ തന്നെ ബി വെച്ചിട്ട് ഭൂഷന്റെയും ഇടയിലായിട്ട് ആരും വരുന്നുണ്ട്, പി വരുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയല്ലോ, 5 ആളുകളും നമുക്കായി എ ജെ എസ് പി ബി. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്, എക്സ്ട്രീം ലെഫ്റ്റിൽ ആരുള്ളത്, അങ്കിത് ആണ് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.